എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഈ അടുത്ത കാലത്ത് എനിക്ക് ഇത്രയും ചീത്തപ്പേരുണ്ടാക്കിയ ഒരു സിനിമ, പക്ഷെ ആ ചീത്തപ്പേരാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത്. എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞത് തിയേറ്ററിൽ വന്നാൽ ആളുകൾ 2 എണ്ണം പൊട്ടിക്കും എന്നാണ് എല്ലാവരും പറഞ്ഞത്. പൊട്ടിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ നിങ്ങൾ പറയുന്ന പെക്യുലർ സീൻ ഞാൻ അനശ്വരയുടെ കൂടെ ചെയ്യുമ്പോഴൊന്നും ഇത് ഇത്ര ക്രൂരമാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷേ തിയേറ്ററിൽ അതിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. പിന്നെ ഒരു സമാധാനമുള്ളത്, ഇതിൽ എന്നെ അങ്ങനെ ചീത്ത പറയാനോ അടിക്കാനോ ഒന്നും മോഹൻലാലിന് വിട്ടുകൊടുത്തിട്ടില്ല. സാധാരണ അവിടെ എനിക്ക് ഡയലോഗൊന്നും പറയാൻ പറ്റില്ല. ആളുകൾ എൻ്റെ അടുത്ത് പറയും, ഏതെങ്കിലും സിനിമയിൽ പറയുന്ന ഡയലോഗൊന്നും പറയാമോ എന്ന് ചോദിക്കും. എവിടെ ഡയലോഗ് പറയാൻ സമ്മതിക്കില്ല, അതിനും വീഡിയോണം. ഇതിൽ ഇത്രയൊക്കെ ക്രൂരത ചെയ്തിട്ടും മോഹൻലാൽ എന്ന വിധമാണ് ആ രീതിയിൽ ജിത്തുവും ശാന്തിയാണ് അത് 2 കൈ നീട്ടി പ്രേക്ഷകർ സ്വീകരിച്ചു. ആ സിനിമയുടെ ഒരു ഭാഗമാകാൻ എനിക്കും സാധിച്ചു. ആ സിനിമ ഇത്രയും നല്ല പേരുണ്ടാക്കും, ഇത്രയും വലിയൊരു വൻ വിജയമാവുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കാത്തത് പേടികൊണ്ടാണ്. നമ്മൾ പ്രതീക്ഷിച്ചിട്ട് അത് കിട്ടാതെ പോയാലൊന്ന് പേടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കാൻ നിൽക്കില്ല. നന്നായി വരട്ടെ, നന്നായി ഒന്ന് പ്രാർത്ഥന നടക്കുമ്പോൾ ആ കോർട്ട് സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം മോഹൻലാലിനെ വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, മനോഹരമായ സിനിമയായിരിക്കും കേട്ടോ. എന്നിട്ട് അത്രയും ആഴത്തിൽ മോഹൻലാലിന് മനസ്സിലാക്കാൻ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, നന്നായി വരട്ടെ, നല്ല രീതിയിൽ വരട്ടെ, നല്ല സിനിമയായിട്ട് വരട്ടെ. പിന്നെ ഒരുപാട് ഇൻറ്റൻസീവ് സീൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കും തോന്നും ഇത് പ്രേക്ഷകർ ഈ അർത്ഥത്തിൽ എടുത്താൽ ഇതൊരു നല്ല സിനിമയായി മാറുമെന്ന് നമുക്കും തോന്നും. പക്ഷേ എന്നാലും ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ, ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു വിജയമാക്കി ഈ സിനിമ മാറ്റിയ എല്ലാ പ്രേക്ഷകരോടും ഹൃദയം തുറന്ന് നന്ദി പറയുന്നു. മീഡിയയോട് നന്ദി പറയുന്നു. ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതൊരു നല്ല സിനിമയാണെന്നുള്ള ഒരു പ്രതീതി ജനിക്കുന്ന ഇന്റർവ്യൂകളും ഇതിൻ്റെ പ്രൊമോഷൻസും എല്ലാം നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തുകയും ഈ സിനിമ തിയേറ്ററിൽ വരുന്നതിനാണ്. ആ മീഡിയയോടും ഈ അവസരത്തിൽ ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സിനിമ ഒരു വൻ വിജയമാക്കി തീർത്ത ഓരോരുത്തർക്കും, എൻ്റെ കൂടെ അഭിനയിച്ചവർക്കും ഇതിൻ്റെ സാങ്കേതിക പ്രവർത്തകർക്കും എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും ഞാൻ ഹൃദയത്തിൻ്റെ നന്ദി.